ലൂക്കോസ് 11:27-28. And it happened as he spoke these things that a certain woman from the crowd raised her voice and said to him, Blessed is the womb that bore you, and the breast which nursed you. But he said, More than that, blessed are those who hear the word of God and keep it. യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അതിൽ സന്തോഷിച്ച് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, യേശുവിനോട് തന്നെ പറഞ്ഞ കാര്യമാണ്, നിന്നെ വഹിച്ച ആ ഉദരവും നിനക്ക് പാൽ തന്ന ആ മുലകളും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞാൽ, ഇത്രയും ദൈവത്തിൻ്റെ പുത്രനായ അങ്ങയെ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച നിൻ്റെ അമ്മ എത്ര ഭാഗ്യവതിയാണെന്നാണ്, ഭാഗ്യവതി എന്നല്ല അനുഗ്രഹീതയാണെന്നാണ് ആ സ്ത്രീ വിളിച്ച് പറഞ്ഞത്. അത് കേട്ട് യേശു പറഞ്ഞു, ബട്ട് ഹി സെഡ് മോർ ദാൻ ദാറ്റ്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ. യെസ്, അത് അനുഗ്രഹീതം തന്നെയാണ്. ദൈവമാണ് ആ മറിയെ തിരഞ്ഞെടുത്തത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാധാരണ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. മറിയുടെ താഴ്മയിൽ ദൈവം കടാക്ഷിച്ചതുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്. പക്ഷേ അതിനേക്കാൾ എത്രയോ വലുതാണ്. മോർ ദാൻ ദാറ്റ് ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് കീപ്പ് ഇറ്റ്. മറിയയ്ക്ക് ഉദരത്തിൽ ഒരു യേശുവിനെ വഹിച്ചതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവവചനം കേട്ട് അനുസരിക്കുക എന്ന് യേശു പറഞ്ഞു. മറിയയും രക്ഷപ്പെട്ടത് ആ ദൈവവചനം കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ചതുകൊണ്ടാണ്. അപ്പോൾ മറിയെ പുകഴ്ത്തിക്കൊണ്ട് ജീവിതകാലം ചെലവഴിച്ചിട്ട് ദൈവവചനത്തെ തള്ളിക്കളയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. മറിയെ പുകഴ്ത്തിയ സ്വർഗത്തിലേക്ക് പോകാം, മറിയോട് അപേക്ഷിച്ച് മറിയുടെ റെക്കമെൻഡിൽ സ്വർഗത്തിൽ പോകാമെന്ന് കരുതിയാണ് അവരിയ്ക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണത്. മറിയ ഇരിക്കുന്ന സ്വർഗത്തിൽ പോകണമെങ്കിൽ മറിയ ചെയ്തതുപോലെ യേശുവിൻ്റെ വചനം, ദൈവവചനം കേട്ട് അനുസരിക്കണം. ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർ ആണ് ഏറ്റവും ഭാഗ്യവാന്മാർ. അപ്പോൾ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞിട്ട് മറിയെ പുകഴ്ത്തി സ്വർഗത്തിൽ പോകാമെന്ന് കരുതിയിരിക്കുന്നവരെ പോലെ മൂഢന്മാർ വേറെ ഉണ്ടോ? ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. എന്ന് പറഞ്ഞാൽ യേശുവിന് ജന്മം നൽകുവാൻ ഭാഗ്യം ലഭിച്ച അമ്മയേക്കാൾ ഭാഗ്യം ഉള്ളവരാണ് ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരെന്ന്. ചോദ്യം ഇതാണ്, നിങ്ങൾ മറിയെ പുകഴ്ത്തിയും മറിയ ഭാഗ്യവതിയാണ്, അനുഗ്രഹീതയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം കഴിക്കുന്നവരും അത് ചൊല്ലിക്കൂട്ടുന്നവരുമാണോ? അതോ മറിയയെ ബുദ്ധിയുള്ള ഒരു കാര്യം ചെയ്തു, അത് ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു, അനുസരിച്ചു. അതുപോലെ ബുദ്ധിയുള്ളവരായി ദൈവവചനം വിശ്വസിച്ച് അനുസരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണോ? മറിയ ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല, നിങ്ങൾ നരകത്തിൽ നിത്യയാതന അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് മറിയെ പുകഴ്ത്തിയെന്നും പറഞ്ഞ് നിങ്ങളെ ആരും സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. യേശുവാണ് ഏക വഴി, സത്യവും ജീവനും. യേശുവിൻ്റെ വചനം അനുസരിച്ചാൽ മറിയ സ്വർഗത്തിലായിരിക്കുന്ന പോലെ നിങ്ങൾക്കും സ്വർഗത്തിൽ പ്രവേശിച്ച് സന്തോഷിക്കാൻ സാധിക്കും.